ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത ഈ അംബ്രല്ല ക്രാഫ്റ്റാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാൻ പോകണം. വാട്ട്സ് ഇൻ മൈ ബാക്ക് പാക്ക് എന്നുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താ എൻ്റെ ബാക്ക് പാക്കിലുള്ളതെന്ന്. ഓക്കെ, ഫസ്റ്റ് ഇതാണ് എൻ്റെ ബാക്ക് പാക്ക്. ഒരു ക്യൂട്ട് ലിറ്റിൽ ഫോക്സിൻ്റെ ഒരു ബാഗാണിത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇവിടെ നിന്നാണ്. ഫസ്റ്റ് എനിക്ക് വെറ്റ് ടൈപ്സ് ഉണ്ട്. അത് വെച്ചിട്ട് എനിക്ക് നല്ല ആവശ്യമായിരുന്നു. എന്തെങ്കിലും ഗ്ലൂ എങ്ങാനും ടേബിളിലായെങ്കിൽ വെറ്റ് ടൈപ്സ് വെച്ച് വൈപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് എനിക്ക് ഈ ഒരു ടിഷ്യൂ പാക്കറ്റ് ഉണ്ട്. എന്തെങ്കിലും വെള്ളം എങ്ങാനും ടേബിളിലെങ്ങാനും വീണാൽ വാഷ്റൂമിൽ നിന്ന് പോയി ടിഷ്യൂ എടുക്കണേക്കാളും നല്ല ബാഗിൽ നിന്ന് എടുത്തിരിക്കണം. അതുണ്ട്. പിന്നെ ഇത് ഭയങ്കരമായിട്ട് ആവശ്യമാണ് ഞങ്ങൾക്ക്. ഇത് ഒരു മാത്ത് സെറ്റാണ്. ഇതിനകത്ത് കോമ്പസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് ആവശ്യമാണ്. പിന്നെ കഴിച്ചില്ല ഹോം കീ ഭയങ്കരമായിട്ട് ആവശ്യം. ഇതൊക്കെയാണ് അതിൻ്റെ ഈ കമ്പാർട്ട്മെൻറ്റുള്ളൂ. ഇനി അടുത്ത കമ്പാർട്ട്മെൻറ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗൈസ്, ഇനി നമ്മുടെ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ ക്യൂട്ട് കമ്പാർട്ട്മെൻറ്റിലോട്ട് വരാം. പിന്നെ ഗൈസ്, ഇതിനകത്ത് നമ്മൾ എന്തിട്ടാലും അതിന് അത്രയും വെയിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, കമ്പാർട്ട്മെൻറ്റിൽ ആദ്യം തന്നെ മാച്ചിങ് പൗച്ചാണുള്ളത്. എനിക്ക് തന്നെ അടുത്ത വീഡിയോ എങ്ങാനും ഞാൻ വാട്ട്സ് ഇൻ മൈ പൗച്ച് എന്നുള്ള എന്തെങ്കിലും ഞാൻ ഇടാം. ഓക്കെ, അടുത്ത വീഡിയോ ഞാൻ വാട്ട്സ് ഇൻ മൈ പൗച്ച് ഇടാൻ പോകാം ഗൈസ്. ഓക്കെ, പിന്നെ എനിക്ക് എൻ്റെ റഫ് നോട്ട് ബുക്കാണ് അവിടെ. ഇങ്ങനെ റഫായിട്ടുള്ള കുറച്ച് വർക്ക് ചെയ്യാൻ. ഓക്കെ, പിന്നെ ഗൈസിൻ്റെ സ്കൂൾ ഡയറി അറിയാലോ. സ്കൂൾ ഡയറി കഴിഞ്ഞതൊക്കെ നിർത്തി വയ്ക്കട്ടെ. ഓക്കെ, നൈസ്. പിന്നെ ഗൈസ്, ഇങ്ങോട്ടൊന്ന് തിരിച്ച് നോക്കിയാൽ ഇവിടെ എനിക്ക് വൺ കോംബോ ഉണ്ട്. പിന്നെ ജസ്റ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 പുഷും കൂടെ വയ്ക്കുകയാണ്. അങ്ങനെ എൻ്റെ മറ്റേ പുഷ് എൻ്റെ കുറച്ച് തിക്കായിട്ടുള്ള ഹെയറാണ്. അങ്ങനെ വേറെ ഏതെങ്കിലും പുഷ് പൊട്ടിപ്പോയാൽ ഇതാണ്. അത് കഴിഞ്ഞു. ഇനിയാണ് ഗൈസ് മെയിൻ കമ്പാർട്ട്മെൻറ്റ്. അവിടെയാണ് എൻ്റെ എല്ലാ സ്ഥലങ്ങളും. ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ വെച്ചാൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ അതിനകത്തുള്ളൂ. അത് തന്നെ ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഷോക്കേസിന് വേണ്ടിയിട്ട് മാത്രം എൻ്റെ മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കും പിന്നെന്താ പറയുക സയൻസിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് വെച്ചേക്കണത്. ഇനി ഗൈസ് ആണ് എൻ്റെ ഫോൾഡർ. 13 എക്സ്പാൻഡിങ് ഫോൾഡറാണ്. അപ്പോൾ എനിക്ക് ഞാൻ ബുക്ക് എങ്ങാനും കൊണ്ടുവന്നില്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഓക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ടീച്ചർ എന്ന് ചോദിച്ചാൽ എൻ്റെ ബുക്ക് എങ്ങോട്ട് പോയി. ഓക്കെ, ഇനി എൻ്റെ സോറി ടീച്ചർ, എൻ്റെ ബുക്ക് ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ടീച്ചർ അപ്പോൾ പിന്നെ നീ എങ്ങനെ വർക്ക് ഷീറ്റ് സ്റ്റിക്കാക്കും? പക്ഷെ വർക്ക് ഷീറ്റ് നീ വീട്ടിലോട്ട് കൊണ്ടുപോയിക്കോ, പക്ഷെ ചൂക്കാൻ പാടില്ല. അങ്ങനെ വയ്ക്കും. അപ്പോൾ ഞാൻ 13 സ്പാനിങ് ഫോൾഡർ ഉണ്ട് എനിക്ക്. അതിനകത്ത് വയ്ക്കാം. അപ്പോൾ ടീച്ചർ ഓക്കെ എക്സലൻറ്റ്. ഓക്കെ, അതാണ് ഗൈസ് സംഭവിക്കാൻ പോണേ. അറിയില്ല ഇനി ഇതാണ് സംഭവിക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ ഗൈസ് അത്രയാണ് എൻ്റെ ഒരു ഫുൾ ബാഗ് ടൂർ. പിന്നെ അല്ല സോറി പിന്നെ ഇവിടെ ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇവിടെ ഇത് ഇപ്പോൾ അതിനകത്താണ് ഞാൻ എൻ്റെ ടാബ് വയ്ക്കുക. സ്കൂളിലോട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ ടാബിലാണ് എല്ലാത്തിനും. ഞങ്ങളുടെ പഠിക്കുന്ന വർക്ക്ഷീറ്റ് റിവിഷൻ വർക്ക്ഷീറ്റ് ഇത് അതൊക്കെ ഉണ്ട്.
ഗൈസ് എനിക്ക് തോന്നുന്ന ഇന്നൊരു വീഡിയോ കൂടി ഞാനിപ്പോൾ ഇടും. ഇത് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് നന്നാക്കുള്ളൂ. അപ്പം എന്നിട്ട് എന്താ പറയുക, ഞാൻ മിക്കവാറും ഈ ആഴ്ച മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, പിന്നെ അടുത്ത ആഴ്ച വീഡിയോ ചിലപ്പോൾ ഇടൂലേക്ക്. അതെന്ന് വെച്ചാൽ ആ ആഴ്ച ഫുള്ളി എനിക്ക് എക്സാംസാണ്. അതുകൊണ്ട് കിട്ടുന്ന സമയം ഞാൻ ചിലപ്പോൾ കിട്ടുന്ന സമയം ഞാൻ ഇടാൻ നോക്കാം, TV കാണുന്നതിന് പകരം. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.